ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തായിരുന്നു. അതായത് ഞാൻ ഇങ്ങനെ ആലപ്പുഴ ബീച്ചിൽ സാധനങ്ങളൊക്കെ വിൽക്കാൻ ചെന്നിട്ട് ആദ്യത്തെ കുറച്ചു നേരം കൊണ്ട് ഞാൻ കുറച്ച് വിറ്റു. പക്ഷെ പെട്ടെന്ന് എന്തോ എന്റെ മൈൻഡ് ഡൗൺ ആയിട്ട് ഒട്ടും നിൽക്കാൻ പറ്റാത്ത അവസ്ഥയപ്പോൾ ഞാൻ വീട്ടിലേക്ക് പോയി. ആ സമയത്ത് എനിക്കും അറിയില്ലായിരുന്നു എന്താണ് സംഭവിച്ചത്. പെട്ടെന്ന് ഇങ്ങനെ മൈൻഡ് ഡൗൺ ആയിട്ടുള്ള ഒരു റീസണും ഇല്ല. അപ്പൊ എന്താണ് കാരണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇങ്ങനെ ആലോചിച്ചു. ഒരുപാട് ആലോചിച്ച് വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അങ്ങനെ സംഭവിച്ചത് ഒരു കണക്കിന് നന്നായി. അതായത് എന്നെ കുറച്ചും കൂടെ ഇരുത്തി ചിന്തിപ്പിക്കാനും അതുപോലെ തന്നെ കുറച്ചും കൂടെ ക്ലീൻ ആയിട്ട് എന്റെ പ്ലാൻ എനിക്ക് മനസ്സിലാക്കി തരാനും അത് കാരണം. അപ്പോൾ അതിനെക്കുറിച്ച് പറയാണ് ഇന്നത്തെ വീഡിയോ. കാണാം ഗൈസ്. ഈ സംഭവങ്ങളൊക്കെ തുടങ്ങുന്നത് മുല്ലക്ക ചെറുപ്പിൽ നിന്നാണ്. അതായത് ഞാൻ മുല്ലക്ക ചെറുപ്പിന് കുട്ടികളുടെ കളറും ബുക്കുകൾ പാക്കറ്റ് ആക്കി വിറ്റിരുന്നു. അപ്പോൾ അന്ന് ഞാൻ അങ്ങനെ വിൽക്കാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് ഇതുപോലത്തെ ഫെസ്റ്റിവൽസിനും ചെറുപ്പിനും ന്യൂ ഇയർ പോലത്തെ പരിപാടികൾക്ക് ഒരുപാട് ആൾക്കാർ വരും. അപ്പോൾ ഇവരിലേക്ക് എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് വിൽക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് അത്യാവശ്യം പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. സോ ആ ഒരു മൈൻഡിൽ തന്നെ എനിക്ക് ആലപ്പുഴയിലെ ന്യൂ ഇയറിനും ബീച്ച് ഫെസ്റ്റിവലിനും കൂടെ ആയിട്ട് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ ഇങ്ങനെ ഇരുന്ന് ആലോചിച്ച് വന്നപ്പോഴാണ് എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്, ഫയാസ് എന്നാണ് എൻ്റെ പേര്. അവനായിട്ട് ഇങ്ങനെ ഇരുന്ന് സംസാരിച്ചു. അപ്പോൾ അവൻ പറഞ്ഞത് കഴിഞ്ഞ തവണ അവർ ന്യൂ ഇയർ ആഘോഷിക്കാൻ കൊച്ചിയിൽ പോയി. അപ്പോൾ കൊച്ചിയിൽ പോയി ഒരു സമയം കഴിഞ്ഞപ്പോൾ അവർക്ക് വെള്ളമൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടായിട്ട് വന്നു. അതായത് അവിടെയുള്ള കടകളിലൊക്കെ സ്റ്റോക്ക് ഔട്ടായി. സോ ആലപ്പുഴ ബീച്ചിലും അത്യാവശ്യം ആൾക്കാർ വരുന്നതാണ്. അപ്പോൾ ഇങ്ങനത്തെ എന്തെങ്കിലും പരിപാടി നോക്കിക്കൂടെ എന്ന് ചോദിച്ചു. അവൻ പറഞ്ഞത് കൊച്ചിയിൽ നോക്കാനാണ്. പക്ഷെ എനിക്ക് അവിടെ പോയി ചെയ്യാനുള്ള പരിപാടിയൊന്നും ഇല്ല ഇപ്പോൾ. അപ്പോൾ ഞാൻ ഇങ്ങനെ ആലപ്പുഴയിൽ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തുകൂടാ, അല്ലെങ്കിൽ കുറച്ച് കുപ്പികളൊക്കെ കുറച്ച് കൂടുതൽ എടുത്തിട്ട് വിറ്റുകൂടാന്നുള്ള രീതിയിൽ ആലോചിച്ചു. അപ്പോൾ ഈ കൂടുതൽ എടുക്കാന്ന് പറഞ്ഞാൽ നമുക്ക് അത്രയും കേസ് വിറ്റാലാണ് അത്യാവശ്യം ലാഭം കിട്ടുന്നത്. സോ അങ്ങനെ എടുക്കാന്നാണ് ഞാൻ വിചാരിച്ചത്. അങ്ങനെ ഞാൻ അതിനെക്കുറിച്ച് ആലോചിച്ച് എൻ്റെ കൂട്ടുകാരൻ്റെ വാപ്പുണ്ട്, ബീച്ചിൽ കച്ചവടം ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഈ ബീച്ചിൽ നമുക്ക് അങ്ങനെ ഇങ്ങനെയൊന്നും ചെയ്ത് കച്ചവടം ചെയ്യാൻ പറ്റത്തില്ല. അവിടെ പെർമിഷനും കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ട്. സോ അല്ലാത്ത പക്ഷം നമുക്ക് ഫൈൻ കിട്ടാനും അല്ലെങ്കിൽ വേറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. സോ ഞാൻ കൂട്ടുകാരൻ്റെ വാപ്പാടേക്ക് ചെന്ന് തിരക്കി എങ്ങനെയാണ് അവിടെ കച്ചവടം ചെയ്യുന്നത്, എന്താണ് അവിടുത്തെ രീതി എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചു. അപ്പോൾ ആ പുള്ളിക്കാരൻ പറഞ്ഞത് ആലപ്പുഴ ബീച്ചിൽ ഇപ്പോഴത്തെ ബൈപ്പാസ്, പുതിയ ബൈപ്പാസ് ഒക്കെ പണിയുന്ന പില്ലറുണ്ട്, അതിന്റെ താഴെ ഇരുന്ന് കച്ചവടം ചെയ്താൽ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. അതായത് അവിടെ ഒരു കാണാൻ പോലെ ഒരു സെറ്റപ്പ് ഒക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ മേളിലൊക്കെ ഇന്ന് കച്ചവടം ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ല. അല്ലെങ്കിൽ വൈകുന്നേരം ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ വലിയ പ്രശ്നം വരത്തില്ല. അല്ലാതെ മണ്ണിലേക്കൊക്കെ ഇറങ്ങാനാണെങ്കിൽ നമുക്ക് പെർമിഷൻ ഒക്കെ എടുക്കണം. അതുപോലെ തന്നെ പെട്ടെന്നൊക്കെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ കടകൾ പ്രശ്നമൊക്കെ ഉണ്ടാക്കും. വേറെ കടക്കാരൊക്കെ ഉള്ളതാണ്. അപ്പൊ അവരൊക്കെ പ്രശ്നം ഉണ്ടാക്കും എന്ന് പറഞ്ഞു. അപ്പോൾ സത്യം പറഞ്ഞാൽ എന്റെ മൈൻഡിലെന്ന് പറഞ്ഞാൽ ചെറിയ രീതിയിൽ ചെയ്യാനല്ല, എന്തായാലും നമ്മൾ ചെയ്യുവാണ്. ഇത്തവണ ഈ കുറച്ച് ദിവസങ്ങൾക്ക് കൊണ്ട് എന്തായാലും ഒരുപാട് ആൾക്കാർ വരും. അപ്പോൾ നമ്മൾ എടുത്തു വെച്ചാൽ എന്തായാലും വിറ്റ് പോകും, അത് ഉറപ്പാണ്. അല്ലെങ്കിൽ അത്യാവശ്യം നമുക്ക് നഷ്ടം ഉണ്ടാകാൻ ചാൻസ് ഇല്ല, എന്തെങ്കിലുമൊക്കെ പോകാനുള്ള ചാൻസ് ഉണ്ട്. സോ എനിക്ക് അത്യാവശ്യം നന്നായിട്ട് ചെയ്യണമെന്നുണ്ട്. ഞാൻ അപ്പൊ നേരെ പോർട്ട് ഓഫീസിലേക്ക് ചെന്ന് അവിടെ കാര്യം തിരക്കി. അപ്പൊ അവിടെ പറഞ്ഞതെന്ന് പറഞ്ഞാൽ പെർമിഷൻ തരുന്നതിന് കുഴപ്പമില്ല, പക്ഷെ കടക്കാരും നിങ്ങളെ ഇരുത്തത്തില്ല. അവര് പ്രശ്നം ഉണ്ടാക്കും. അവർ ഈ 2 വർഷത്തേക്ക് മേളിലേക്കുള്ള ലൈസൻസും കാര്യങ്ങളും പൈസയൊക്കെ അടച്ചിട്ട് എടുത്തിട്ട് ഇരിക്കുന്നവരാണ്. അപ്പൊ നിങ്ങളിങ്ങനെ പെട്ടെന്നൊന്നും ചെയ്യാന്ന് പറഞ്ഞാൽ അവർ സമ്മതിക്കത്തില്ല. അപ്പോ ഇങ്ങനെയൊക്കെ പറഞ്ഞ് കേട്ടൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് ഏകദേശം ബാഡായി. അതായത് ആ ഒരു ഐഡിയ ഡ്രോപ്പ് ചെയ്യാം എന്നുള്ള രീതിയിലേക്ക് ഞാൻ മാറി. അടുത്തത് എന്തെന്ന് ഇങ്ങനെ ആലോചിച്ച് ഒരുപാട് ആലോചിച്ചപ്പോഴാണ് എനിക്ക് സ്നാക്സ് ഒക്കെ ചെയ്യാന്നുള്ള മൈൻഡ് കിട്ടിയത്. അതായത് സ്നാക്സ് എന്ന് പറയുന്നത് അത്യാവശ്യം എല്ലാവർക്കും ആവശ്യമുള്ള ഒരു സാധനമാണ്. അപ്പൊ ഈ ബീച്ചിലൊക്കെ നമ്മൾ അവിടെ സ്റ്റേജ് ഉണ്ട്. അപ്പൊ അവിടേക്ക് ഇങ്ങനെ ആൾക്കാർ വട്ടം കൂടിയൊക്കെ ഇരിക്കാറുണ്ട്. അപ്പൊ അവരിലേക്കൊക്കെ എത്തിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അത്യാവശ്യം വിറ്റ് പോകുന്നുള്ള ഒരു മൈൻഡിലേക്കായി ഗൈസ്. അപ്പൊ ഈ സ്നാക്സിന്റെ പരിപാടി ന്യൂ ഇയറിന് മുമ്പ് ഒരു ട്രയൽ അടിച്ച് നോക്കാന്നുള്ള രീതിയിലാണ് ഞാൻ നിൽക്കുന്നത്. അതിനായിട്ട് ഞാൻ കുറച്ച് ഹോൾസെയിൽ സാധനങ്ങൾ എടുത്തിട്ട് റീപാക്ക് ചെയ്ത് നേരെ ബീച്ചിലോട്ട് പോയി. അപ്പൊ ബീച്ചിൽ ചെന്നപ്പോൾ നടന്ന സംഭവം എന്ന് പറഞ്ഞത് കണ്ടമായ റിജക്ഷൻസ് നമുക്ക് കിട്ടും. അതായത് ഓരോ ആൾക്കാരും പല രീതിയിലാണല്ലോ നമ്മളൊക്കെ പെരുമാറുന്നത്. അപ്പോൾ പല രീതിയിൽ നമുക്ക് റിജക്ഷൻസ് കിട്ടും. ചിലർ നല്ല സൗമ്യമായിട്ട് പറയും, ചിലർ കുറച്ച് റഫായിട്ട് പറയും, ചിലർ ഭയങ്കര ഇതായിട്ട് പറയും, നമ്മളെ ഭയങ്കര പുച്ഛിച്ചുകൊണ്ട് പറയും. അങ്ങനെ പക്ഷെ ഇതൊക്കെ ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ട് തന്നെയാണ് ചെല്ലുന്നത്. പിന്നെ ഒരുപാട് ആൾക്കാരുടെ മൈൻഡിൽ ഭയങ്കര സിമ്പതി ആയിരിക്കും. അതായത് അത് നമുക്ക് പറയാൻ പറ്റത്തില്ല, അതുപോലത്തെ ഒരു ഫീലിങ്സ് ആണ്. അപ്പോൾ ആ ഒരു രീതിയിൽ അവർ നമ്മളെ കാണും. അപ്പോൾ ഇതൊക്കെ എക്സ്പെക്ട് ചെയ്തിട്ട് തന്നെയാണ് ഞാൻ ചെല്ലുന്നത്. പക്ഷെ എനിക്ക് പൈസയാണ് വേണ്ടത്. ഞാൻ നേരെ ചെന്നു, ഇങ്ങനെ സാധനങ്ങൾ വിൽക്കാൻ പോയി. പക്ഷെ ഇതൊക്കെ നടക്കുന്ന 1 മണിക്കൂറിനുള്ളിൽ തന്നെ ഞാൻ 8 പാക്കറ്റോളം വിറ്റു. അതായത് 800 രൂപ. ഞാൻ 15 പാക്കറ്റുകളായിട്ടാണ് അവിടെ ചെല്ലുന്നത്. അങ്ങനെ 8 പാക്കറ്റൊക്കെ വിറ്റു. എനിക്ക് പക്ഷെ എന്താ അറിയില്ല, ബീച്ചിലേക്ക് ചെന്നപ്പോൾ തന്നെ എൻ്റെ മോട്ടിവേഷനൊക്കെ താന്നിരിക്കുക. അപ്പൊ എൻ്റെ കൂട്ടുകാരനുണ്ട്, മുജിത്തവേ എന്നാണ് അവൻ്റെ പേര്. അവനാണ് എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത് ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്ത് ആ 8 പാക്കറ്റ് തന്നെ വിൽക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ അവനാണ്. അപ്പോൾ അതിനുശേഷം എനിക്ക് ഒട്ടും നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അതായത് അവൻ എന്തൊക്കെ പറഞ്ഞിട്ട് എൻ്റെ മൈൻഡിലോട്ട് കയറുന്നില്ല. ഒരുപക്ഷെ ഈ റിജക്ഷനും ആൾക്കാരുടെ മനസ്സിലുള്ള ഒരു സിമ്പതി മൈൻഡ് ഇതൊക്കെ കണ്ടിട്ടായിരിക്കാം, എനിക്കറിയില്ല. എല്ലാം കൂടെ ആലോചിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് എന്തോ പെട്ടെന്ന് ഡൗൺ ആയി. എനിക്ക് ഒട്ടും നിൽക്കാൻ പറ്റാതെ നമ്മുടെ മനസ്സിലെന്തോ കല്ലെടുത്ത് വെച്ച പോലത്തെ ഒരു ഫീലായിരുന്നു.
അങ്ങനെ ഞാൻ നേരെ പുറത്തേക്ക് പോയി. അപ്പോൾ അതാണ് ഞാൻ ക്വിറ്റ് ചെയ്തെന്ന് പറഞ്ഞത്. അതായത് ഞാൻ പൂർണ്ണമാക്കിയില്ല, ഞാൻ ഇറങ്ങി തിരിച്ചൊരു പരിപാടി ഞാൻ ക്വിറ്റ് ചെയ്തിട്ട് വീട്ടിലേക്ക് പോയൊരു പരിപാടി. പക്ഷേ അടുത്ത ദിവസം എന്ന് പറഞ്ഞാൽ എനിക്ക് ഇങ്ങനെ ചെയ്തത് കൊണ്ട് എനിക്ക് എന്നോട് തന്നെ ഒരു ദേഷ്യവും വിഷമവും ആ ഒരു രീതിയിലുണ്ടായിരുന്നു. എൻ്റെ മൈൻഡ് കുറച്ച് ഡൗൺ ആയിരുന്നു അടുത്ത ദിവസവും. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരുപാട് ഇരുന്ന് ആലോചിച്ച് വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഒരുപക്ഷെ അങ്ങനെ പറ്റിയത് നന്നായി. കാരണം ഞാൻ അത്രയും ആലോചിക്കാൻ കാരണം ഞാൻ കുറച്ച് ദിവസമായിട്ട് അത് അത്രമാത്രം ഒന്നും ആലോചിക്കാറില്ല, അല്ലെങ്കിൽ ഈ പ്ലാൻ വെച്ചപ്പോൾ തൊട്ട് വലുതായിട്ടൊന്നും ചിന്തിക്കാറില്ല. ജസ്റ്റ് എടുത്ത് ചാട്ടമാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ച് അതിൻ്റെ പുറകെ അങ്ങ് പോവുക. അപ്പോൾ അങ്ങനെ ചിന്തിക്കാനുള്ള കാരണം തന്നെ അങ്ങനെ ഒരു ഫെയിലിയർ എനിക്ക് സംഭവിച്ചുകൊണ്ടാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരുപാട് ഇരുന്ന് ആലോചിച്ചു എന്താണ് പ്രശ്നം, എവിടെയാണ് പ്രശ്നം. എനിക്ക് കൃത്യമായിട്ടൊരു പ്ലാൻ ഇല്ലായിരുന്നു. അതായത് എന്തെങ്കിലും ചെയ്ത് അടുത്തയിലോട്ട് പോകുമ്പോൾ നടക്കുമ്പോൾ വഴി തെളിയും എന്നുള്ളൊരു മൈൻഡായിരുന്നു. പക്ഷേ കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് ഏത് ഭാഗത്ത് ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്യണം എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. അപ്പോൾ എനിക്ക് മനസ്സിലായത് ഞാൻ ഇനി ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട ഭാഗം എന്ന് പറയുന്നത് കണ്ടന്റ് ക്രിയേഷനിലാണ്. കാരണം നമുക്ക് അത്രമാത്രം എക്സ്പോഷർ കിട്ടുന്നത് ഈ ഒരൊറ്റ പരിപാടിയിലാണ്. അപ്പോൾ എനിക്ക് ഈ പൈസ എന്ന് പറഞ്ഞാൽ ഒരുപാട് സമയവും കാര്യങ്ങളൊന്നും ഇല്ല. എനിക്കൊരു കുറച്ച് നാൾക്കുള്ളിൽ തന്നെ നമുക്കിത് കണ്ടെത്തി അടക്കേണ്ട ഒരു പരിപാടിയാണ്. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ല, ജസ്റ്റ് എൻ്റെ ഒരു ശ്രമം മാത്രമാണ്. പറ്റിയാലും ഇല്ലെങ്കിലും ഞാൻ ഈ പരിപാടി എന്തായാലും നിർത്താൻ പോകുന്നില്ല. അതുപോലെ തന്നെ റിച്ച് ആകുന്നിടം വരെ ഞാൻ ഇത് സീരിയസ് തുടർന്നുകൊണ്ടിരിക്കും. അപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം എന്ന് പറഞ്ഞാൽ അന്ന് എനിക്ക് പറ്റിയ തെറ്റ് അത് ഓക്കെയാണ്. കാരണം എനിക്ക് അടുത്തൊരു വഴി കാണിച്ചു തന്നത് ആ തെറ്റ് പറ്റിയതുകൊണ്ടാണ്. സോ ഇത്രയൊക്കെ ഉള്ളൂ, ഇതൊക്കെ പറയാനായിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ ശരി.